പ്രവർത്തനയോഗ്യമല്ലാത്ത സ്കൂളുകൾ, മതിയായ ആരോഗ്യ കേന്ദ്രങ്ങളോ മറ്റു ആവശ്യ സംവിധാനങ്ങളോ ഒന്നുമില്ല. ആവശ്യത്തിന് വൈദ്യുതിയോ ജലസ്രോതസ്സുകളോ ഇല്ല. സൗത്ത് സിക്കിമിലെ റോങ്ബുൾ എന്ന പഞ്ചായത്തിന്റെ കുറച്ചു വർഷങ്ങൾക്കു മുമ്പ് വരെയുള്ള അവസ്ഥയാണിത്. 2014 ഡാവ് ഇനീഷ്യേറ്റീവ് അഥവാ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻസ് അഡോപ്റ്റഡ് വില്ലേജ് എന്ന പദ്ധതിയിലൂടെ ഈ ഒരു പഞ്ചായത്തിനെ അവിടുത്തെ ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കുകയും അവിടെ മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. വളരെ പിന്നാക്കം നിന്നിരുന്ന ഈ ഒരു പ്രദേശത്തെ രാജ്യത്തിലെ ഏറ്റവും മികച്ച ഗ്രാമമാക്കി മാറ്റാൻ അങ്ങനെ അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചു. പിന്നീട് ഇതേ മാതൃകയിൽ സംഖ്നാഥ്, ലിങ്ങിപെയോങ് തുടങ്ങി മറ്റു പ്രദേശങ്ങൾ കൂടി ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കുകയും അവിടെയെല്ലാം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. 7500-ലധികം ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന ഈ ഒരു ഇനീഷ്യേറ്റീവിന് ചുക്കാൻ പിടിച്ചത് രാജ്കുമാർ യാദവ് എന്ന IAS-കാരനാണ്. ഹലോ എവ്രിവൺ. ഇന്ത്യയിലെ പ്രധാന കേന്ദ്ര സിവിൽ സർവീസായ ഓൾ ഇന്ത്യ സർവീസുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആം ആയി കണക്കാക്കുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ IAS-നെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പാർലമെന്ററി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഏതൊരു രാജ്യത്തിൻ്റെയും പോലെ തന്നെ ഇന്ത്യയുടെ പെർമനന്റ് ബ്യൂറോക്രസിയുടെ ഭാഗമാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. കൂടാതെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവിന്റെ അവിഭാജ്യ ഘടകം കൂടിയാണ്. ഇന്ത്യൻ ഗവൺമെന്റിനും മറ്റു സംസ്ഥാന സർക്കാരുകൾക്കും സേവനമനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ റെഗുലേറ്ററി ബോഡീസ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, സ്റ്റാഫ് ആൻഡ് ലൈൻ ഏജൻസി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങി മറ്റു സർക്കാർ സ്ഥാപനങ്ങളിലും IAS ഓഫീസേഴ്സിന്റെ സേവനം വിനിയോഗിക്കാറുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞു വരുന്ന ഒരു IAS ഓഫീസർക്ക് പ്രൊബേഷൻ പീരിയഡിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അഥവാ SDM ആയിട്ടാണ് ആദ്യത്തെ പോസ്റ്റ് ലഭിക്കുന്നത്. പിന്നീട് ഒരു ജില്ലയുടെ മുഴുവൻ ചുമതലയേൽക്കുന്ന ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കലക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ആയിരിക്കും ലഭിക്കുന്നത്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു റോളിന് ശേഷം ഡിവിഷണൽ കമ്മീഷണറായിട്ട് പ്രൊമോഷൻ ലഭിക്കാവുന്നതാണ്. പേ മെട്രിക്സിന്റെ ഏറ്റവും ഉയർന്ന സ്കെയിലിൽ ഒരു IAS ഓഫീസർ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിവിധ മിനിസ്ട്രികളോ ഡിപ്പാർട്ട്മെന്റുകളോ ലീഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ വിവിധ ചർച്ചകളിൽ നമ്മുടെ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഈ IAS ഓഫീസേഴ്സ് ആയിരിക്കും. ഇനി ഒരു ഓഫീസർ ഡെപ്യൂട്ടേഷനിൽ സെൻട്രൽ സർവീസിൽ പോവുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, UN തുടങ്ങിയിട്ടുള്ള ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിൽ സേവനമനുഷ്ഠിക്കാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സിന്റെ സേവനം ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് ഈസ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ വിവിധ ഭാഗങ്ങൾ വരുന്ന സെഷനുകളിൽ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.